ദ മൂവി ജുജുത്സു കൈസൻ സീറോ. യെസ്, ജുജുത്സു കൈസൻ എന്ന് പറയുന്ന ആ ഒരു അനിമേ സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് ഇറങ്ങിയ ഒരു മൂവിയാണ് ഈ പറയുന്ന ജുജുത്സു കൈസൻ സീറോ. കഥയനുസരിച്ച് ഇത് സീസൺ 1ൻ്റെ പ്രീക്വലാണ്. അതായത് സീസൺ 1 നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നൊരു പേരുണ്ടായിരുന്നു. യെസ്, ഒക്കോട്സു. സീസൺ 1 ഇഷ്ടം പോലെ തവണ, എനിക്ക് തോന്നുന്നു ഒരു 5 തവണയെങ്കിലും മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പേരാണ് ഈ പറയുന്ന യൂത ഒക്കോട്സു. ഈവൻ ദ മൈറ്റി ഗോജോ സെൻസെ വരെ പറയുന്നുണ്ട്, യൂജിനെ പറ്റി പറയുന്ന അവനെ കമ്പയർ ചെയ്യുന്നത് ഇവനും ഒക്കോട്സിനെ പോലെ ആ ഒരു ലെവലിലുള്ള ഒരു സ്പെഷ്യൽ ഗ്രേഡ് ആവാൻ യോഗ്യനായിരുന്നു എന്നാണ്. സോ അങ്ങനെ കുറേ സ്റ്റുഡൻസ് ഒക്കെ വന്ന് പറയുന്നുണ്ട് ഒക്കോട്സിൻ്റെ ലെവലൊന്നും ഇനി എത്തുന്നില്ല. അങ്ങനെ കുറേ പേര് അഡ്മയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു സീസൺ 1 ഒക്കോട്സു. ബട്ട് നമുക്ക് സീസൺ 1 അദ്ദേഹത്തിൻ്റെ പൊടി പോലും കണ്ടിട്ടില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിൻ്റെ പ്രീക്വൽ എന്ന രൂപേണ സീസൺ 1 ഇറങ്ങിക്കഴിഞ്ഞ് ജുജുത്സു കൈസൻ ദ മൂവി ഇറക്കിയത്. The entire story of Yuta Okkotsu. So കൂടുതലൊന്നും പറയാതെ let's get into it. Okay, fine. Jujutsu Kaisen അല്ലെങ്കിൽ JJK മൂവി നമ്പർ 0. Yeah. ജുജുത്സു കൈസൻ സീറോ ഈസ് എ പ്രീക്വൽ ടു സീസൺ 1. സീസൺ 1 മുമ്പ് നടക്കുന്ന ഒരു കഥയാണ് ജുജുത്സു കൈസൻ മൂവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ നമ്മുടെ യൂജി ഇറ്റഡോറി ഉണ്ടല്ലോ, യെസ്, നമ്മുടെ മെയിൻ കഥാനായകൻ ആ ഒരു ജുജുത്സു ഹൈ എന്ന് പറയുന്ന സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പുള്ള കഥാ പശ്ചാത്തലമാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ഹൈലൈറ്റ്. അതായത് ഈ ഒരു കഥയുടെ നായകൻ എന്ന് പറയുന്നത് യൂത ഒക്കോട്സു ആണ്. സീസൺ 1 കുറേ പേര് മെൻഷൻ ചെയ്ത ഒരു ഒന്നൊന്നര വിദ്യാർത്ഥി. ആരാണ് ഈ യൂത ഒക്കോട്സു? അദ്ദേഹം എങ്ങനെയാണ് ഗോജോയുടെ ശിഷ്യനായത്, സ്റ്റുഡൻ്റ് ആയത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ ആണ് ജുജുത്സു കൈസൻ സീറോ നമുക്ക് തരുന്നത്. ബേസിക്കലി അദ്ദേഹത്തിൻ്റെ കഥയാണ് ജുജുത്സു കൈസൻ സീറോ എന്ന് പറയുന്ന മൂവി. ഹൂ ഈസ് യൂത ഒക്കോട്സു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വയറ്റ്, ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു. ഒരു സ്പിരിറ്റ്, അതായത് ഒരു കേഴ്സ് സ്പിരിറ്റ് അദ്ദേഹത്തിനെ ഹണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വേറെ ആരും തന്നെ ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള റീക്ക ഒറിമോട്ടോ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് റീക്ക ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ബട്ട് പാസിംഗ് ഓൺ ആവുന്നതിന് പകരം അവൾ ഒരു വെഞ്ച്ഫുൾ കേഴ്സ്ഡ് സ്പിരിറ്റ് ആയിട്ട് യൂട്ടോയിലേക്ക് ബോണ്ട് ചെയ്യുകയാണ് ഉണ്ടായത്. എടുത്തു പറയുകയാണെങ്കിൽ റീക്ക നമ്മുടെ യൂട്ടോനെ ബുള്ളി ചെയ്യുന്നവരെയോ ത്രെട്ടൺ ചെയ്യുന്നവരെയോ നിഷ്കരണം കൊന്നുകളയുന്നു. ഭയങ്കര വയലൻ്റ്ലി ആക്ട് ചെയ്യുന്നു. ഭയങ്കര ഒബ്സഷൻ ഓഫ് ലവ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു കേഴ്സിനെ ഗ്രേഡ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സ് എന്ന് തന്നെയാണ്. സോ നമ്മുടെ കഥാനായകനായിട്ടുള്ള യൂത ഒക്കോട്സുവിന് ആദ്യം ഇവളിലൊരു കൺട്രോൾ ഇല്ല, അവളാണ് ഇവനെ കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്കറിയാലോ, ഇത് നമ്മുടെ സോഴ്സറേഴ്സിന് അത്ര പിടിക്കുകയില്ല. സോ മെയിനായിട്ടുള്ള വലിയ തലപ്പൊത്തിരിക്കുന്ന ആമാർ നമ്മുടെ എല്ലാത്തിൻ്റെയും പ്രശ്നാങ്കത്തിന് പരിഹാരം കാണുന്ന ഗോജോയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ദേ അവളെ അങ്ങ് എലിമിനേറ്റ് ചെയ്തോളാം, അതോടൊപ്പം തന്നെ യൂട്ടനെ എക്സിക്യൂട്ട് ചെയ്തോളാൻ. ബട്ട് ഓഫ് കോഴ്സ് ഇത് ഗോജയാണല്ലേ. ഗോജ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടോനെ ടോക്കിയോ ജുറ്റ്സു ഹൈ എന്ന് പറയുന്ന ആ ഒരു സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ട് റീക്കനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുവാൻ നോക്കുകയാണ്. അതിൽ ഗോജോ തന്നെ പറയുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ പവറിനേക്കാളും കൂടുതലായിരിക്കും നിൻ്റെ ശക്തിയെന്ന്. ബട്ട് ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ യൂട്ടോ ഭയങ്കര ഡിപ്രഷനിലാണ് ഇരിക്കുന്നത്. കാരണം താൻ കാരണം കുറേ പേര് മരിക്കുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ അവൻ്റെ മനസ്സിലുണ്ട്. എന്നിരുന്നാലും യൂട്ടോ ഒക്കോട്സു തൻ്റെ പുതിയ ആ ഒരു ലൈഫിലേക്ക് കിടക്കുകയാണ്. ലൈഫ് ഇൻ ടോക്കിയോ ജുജുത്സു ഹൈസ്കൂൾ. നമ്മുടെ ഒക്കോട്സു ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണ്. അവിടെ വെച്ച് 3 പേരെ പരിചയപ്പെടുന്നു. യെസ്, നമ്മൾ സീസൺ 1 കണ്ടതുപോലെ തന്നെ നമ്മുടെ മാക്കി സെനിനും നമ്മുടെ ടോഗി ഇനുമാക്കിനെയും പിന്നെ പാണ്ഡേനെയും. സോ അവിടെ വെച്ച് യൂത ഇവരുമായിട്ട് ആദ്യം ഒന്നും പൊരുത്തപ്പെടാനൊക്കെ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു, അറിയാലോ. അതെല്ലാം തരണം ചെയ്ത് യൂത ഒക്കോട്സു ഇതിനെ ഓവർകം ചെയ്തെടുക്കുകയാണ്. അവൻ കേഴ്സ് എനർജീനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു, വെപ്പൺസ് വീൽഡ് ചെയ്യാൻ പഠിക്കുന്നു, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, താൻ കാരണം മരണപ്പെട്ടു എന്ന് വിളിക്കുന്ന ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് മാറ്റി താനൊരു രക്ഷകരാന്നുള്ള രീതിയിൽ തന്നെ അവൻ്റെ മൈൻഡിനെ ബിൽഡപ്പ് ചെയ്യുവാൻ സാധിക്കുന്നു. ഇതേ ടൈമിൽ തന്നെ നമ്മുടെ കേഴ്സ് എനർജി ആയിട്ടുള്ള റീക്കോ യൂട്ടയുടെ ഇമോഷൻസിനോട് റെസ്പോണ്ട് ചെയ്ത് കാണിക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കോട്ടാണ് നമ്മുടെ ഗേറ്റോ എന്ന് പറയുന്ന ഒരു ഫോർമർ ജുജുത്സു സോഴ്സർ കടന്നു വരുന്നത്. യെസ്, നമുക്ക് അറിയാം ഇത് ഗോജോയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി ഒന്ന് ചുമ്മാ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു കേഴ്സ് എനർജി ഇല്ലാത്ത ഹ്യൂമൻസിനെ അദ്ദേഹം കാണുന്ന മങ്കീസ് ആയിട്ടാണ്. അതേപോലെ തന്നെ സോഴ്സറേഴ്സിന് മാത്രമേ ഈ ഒരു ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തന്നെ മരിച്ചാലും പിന്നെ ഒരു പൂവിൽ എന്നുള്ള രീതിയിലുള്ള ഒരു ഡയലോഗാണ് അദ്ദേഹം അയക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗേറ്റോ ഒരു കേഴ്സ് യൂസറായി മാറി, തൗസൻഡ്സ് ഓഫ് കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സുപ്രീം കേഴ്സ് യൂസറായിട്ട്. സോ അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈ ടീമിൻ്റെ കൂടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്ടയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗേറ്റോയ്ക്ക് അറിയാം. സോ ഗേറ്റോ നേരിട്ട് കോളേജിലോട്ട് ഇറങ്ങി വന്നിട്ട് അങ്ങ് പറയുകയാണ്, ഞാൻ ഒരു മാസീവ് കോർഡിനേറ്റഡ് അറ്റാക്ക് ഒന്ന് നടക്കുകയാണ് ടോക്കിയോയിൽ,
അത് നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു. ഞാനൊരു വാർ ഡിക്ലെയർ ചെയ്യുവാണ്. അതിനൊരു പേര് വിട്ടു, ദ നൈറ്റ് പരാഡ് ഓഫ് 100 ഡീമൺസ്. അവൻ്റെ ഗോൾ യഥാർത്ഥത്തിൽ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ സോഴ്സറേഴ്സിനെയും ഡിസ്ട്രാക്ട് ചെയ്തിട്ട് യൂത്തേനെ അവിടെ നിന്ന് ഡ്രോ ഔട്ട് ചെയ്തെടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്തയുടെ കയ്യിലിരിക്കുന്ന റീക്ക എന്ന് പറയുന്ന ആ ഒരു കേഴ്സ്, ഗേറ്റോയുടെ മൈൻഡിൽ ആ ഒരു കേഴ്സ് ക്യൂൻ ഓഫ് കേഴ്സസ് ആണ്. തുടർന്ന് അങ്ങോട്ട് വാർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫുൾ സ്കെയിൽ വാറാണ് ബിഗിൻ ചെയ്യുന്നത്. ടോക്കിയോയും ക്യോട്ടോയും അണ്ടർ അറ്റാക്ക്. സോ നമ്മുടെ കേഴ്സസ് സിറ്റിയിൽ ഫുൾ ഇങ്ങനെ ഫ്ലഡ് ചെയ്ത് നടക്കുന്നു. സോഴ്സറേഴ്സ് ആണ് എല്ലായിടത്തും പോയി പറ ഫൈറ്റ് ചെയ്യുന്നു. അതിൽ കുറേ കീ മെമ്പേഴ്സ് ഉണ്ട്. എടുത്ത് പറയുകയാണെങ്കിൽ നനാമി, മെയ്, പിന്നെ കുസ്കാബേൻ്റെ എല്ലാം സിവിലിയൻസിനെ ഡിഫെൻഡ് ചെയ്യുന്നതും, പിന്നെ ക്യോട്ടോയുടെ സ്റ്റുഡൻസ് അവരുടെ ഗ്രൗണ്ട് ഹോൾഡ് ചെയ്യുന്നതും, ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഗേറ്റോയുടെ പവർ അത്രമാത്രം ഒന്നും കാണിക്കുന്ന രീതിയിലുള്ള പല ഫൈറ്റും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഇതേ ടൈമിൽ നമ്മുടെ ഗോജോയ്ക്ക് കത്തി, ഇവൻ ഇതൊക്കെ ചെയ്തത് മറ്റവനെ ഇവൻ്റെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റാനെന്നുള്ള രീതിയിൽ ആ ടൈമിൽ ഒട്ടനെ നമ്മുടെ പാണ്ഡേനെയും ഇനുമാക്കിനെയും ഓക്കോഡ്സിൻ്റെ അടുത്തേക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അയക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ ഗേറ്റോയുടെ പവറിന് മുമ്പിൽ ഇവരുടെ ടീം വർക്ക് ഒന്നും ആയില്ല. ഓവർ പവറും ഡിസ്മാൻഡിലും ആയിപ്പോയി ഈ രണ്ടുപേരും. അങ്ങനെ ഫൈനലി നമ്മുടെ യൂത്ത ഗേറ്റോനെ കൺഫ്രണ്ട് ചെയ്യുകയാണ്. യെസ്, ഈ ഒരു ടൈമിലാണ് ഗേറ്റോ കുറച്ച് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നത്. റീക്ക എന്ന് പറയുന്ന ആ ഒരു കേഴ്സ് എനർജി യൂത്തയുടെ സ്നേഹത്തിലാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ പവർ എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റ്ലെസ് ആണ്. കാരണം യൂത്ത അൺലോയിങ്ങിലെയാണ് നമ്മുടെ റീക്കേനെ കേഴ്സ് ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ച് നമ്മുടെ യൂത്ത് ഔട്ട്കോട്സ് ഒരു ബൈൻഡിങ് ഒരു ശബ്ദം എടുക്കുന്നുണ്ട്. അവൻ്റെ തന്നെ ലൈഫ് റീക്കേനെ ഗീറ്റോനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഓഫർ അങ്ങ് ചെയ്യുകയാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ് റീക്കയുടെ ട്രൂ മോൺസ്ട്രസ് ഫോം ആദ്യമായിട്ട് മൂവിയിൽ കാണിക്കുന്നത്. സോ ആ ഒരു പവറിന് മുമ്പിൽ, യൂത്തയുടെ ആ ഒരു അൺലീഷിങ് ഓവർവെൽമിങ് കേഴ്സ് എനർജിയുടെ മുമ്പിൽ ഗേറ്റോ തോറ്റുപോവുകയാണ്. ഈ ഒരു ടൈമിലാണ്, അതായത് ബാറ്റിലെല്ലാം കഴിഞ്ഞ് കേഴ്സുകളെല്ലാം ഡിസപ്പിയർ ആയിക്കഴിഞ്ഞാണ് വേറൊരു കഥയിലെ ട്വിസ്റ്റ് നടക്കുന്നത്. റീക്ക അല്ലായിരുന്നു യൂത്തേനെ കേഴ്സ് ചെയ്തത്, നമ്മുടെ ഒക്കോഡ്സും ആയിരുന്നു യൂത്ത് കേഴ്സ് ചെയ്തത്. യെസ്, അതായത് കുഞ്ഞുനാളിൽ സബ് കോൺഷ്യസ്ലി നമ്മുടെ റീക്കയുടെ സോളിനെ യൂട്ട അവനുമായിട്ട് ബൗണ്ട് ചെയ്തിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട്? ഇവളെ ലൂസ് ചെയ്യുന്നുള്ള ഒരു പേടി കൊണ്ട്. അങ്ങനെ യൂട്ട അവസാനം അവളുടെ മരണം അക്സെപ്റ്റ് ചെയ്തിട്ട് റീക്കോയുടെ സോളിനെ ഫ്രീ ചെയ്യുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ യൂത്തയോട് താങ്ക്സും പറഞ്ഞിട്ട് നല്ല രീതിയിൽ പീസ്ഫുള്ളായിട്ട് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാസ് അവേ ആയി പോകുന്നു. ഈ ഒരു മൊമെൻ്റ് ആയിരിക്കും JJK0 എന്ന് പറയുന്ന മൂവിയുടെ എൻ്റെ തീം തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നത്. ലവ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് കേഴ്സസ് ഓഫ് ഓൾ. ഇതേ സമയം നമ്മുടെ ഗേറ്റോയുടെ വിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗേറ്റോ സർവൈവ് ആവപ്പെടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഹെവിലി ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഗോജോ വരുന്നത്. ഗോജോ വരുമ്പോൾ തന്നെ ഇവരുടെ കുറച്ച് പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഗേറ്റോ അവരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. അവിടെ ഒരു വൺ ലാസ്റ്റ് കോൺവെർസേഷൻ എന്നുള്ള രൂപയാണ് അവൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ലാസ്റ്റ് വേർഡ്സ് ഉണ്ടോ എന്നൊക്കെ ഗോജോ ഗേറ്റോയോട്. എന്നിരുന്നാലും ഗോജോ ഗേറ്റോനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് മെർസിയും റെസ്പെക്റ്റും ഒരുപോലെ കൊടുത്തുകൊണ്ട് ഒരു സൈലൻറ്റ് ഗേസിലൂടെയാണ് ആ ഒരു മൊമെൻ്റ് അവിടെ എൻഡ് ചെയ്യുന്നത്. സീസൺ 2 ഈ ഒരു മൊമെൻ്റാണ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നത്. അങ്ങനെ മൂവി തീരാറായപ്പോഴേക്ക് യൂട്ടനെ ഒരു ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ഗ്രേഡ് സോഴ്സറാക്കി മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റി ഇപ്പോൾ റീക്കയുടെ പവർ, അതും അവന് തന്നെ തോന്നുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു കൺട്രോൾ ഫോമിൽ നമ്മുടെ യൂത്ത ഒക്കോട്സു നിൽക്കുകയാണ്. എടുത്തു പറയുകയാണെങ്കിൽ, ഫാൻഡം രീതിയിൽ പറയുകയാണെങ്കിൽ ഗോജോയുടെ പവറിനെ പോലും റൈവൽ ചെയ്യാൻ പറ്റുന്ന ഒരു പവറാണ് ഇപ്പോൾ നമ്മുടെ യൂട്ടോ ഒക്കോട്സുവിനും ഉള്ളത്. പിന്നെ മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ട് കണക്ട് ചെയ്യുന്നത് യൂട്ടോ ട്രാവൽ ചെയ്യുകയാണ് ട്രെയിൻ വഴി. അവൻ ഓവർസീസിലേക്ക് ട്രെയിൻ ചെയ്തു പോവുകയാണ്. അവിടെ നമ്മുടെ സെൻസൈഡ് ഗോജോനെയും കാണിക്കുന്നുണ്ട്. ഇത് ഫ്യൂച്ചർ എപ്പിസോഡ്സുകളിലേക്ക് കണക്ട് ചെയ്ത് വന്നേക്കാം. എന്നിരുന്നാലും ഇനി നമുക്ക് പറയാനുള്ളത് സീസൺ 2 പറ്റിയാണ്. അത് നമുക്ക് എൻ്റർ സീസൺ 2 ക്വിക്ക് റീക്യാപ്പ് ഇതേപോലെ തന്നെ സമ്മറൈസ്ഡ് വേർഷൻ ഓഫ് എക്സ്പ്ലനേഷനിൽ കാണാം. എനിക്കറിയാം മൂവി സ്ക്രിപ്റ്റ് ബൈ സ്ക്രിപ്റ്റ് അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ബട്ട് ഒരു കനോൺ ഇവൻറ്റും വിട്ടുപോകാതെ കഥയുടെ സ്റ്റോറിയും ക്വിക്കായിട്ടുള്ള റീക്യാപ്പ് രൂപേണയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. സോ അടുത്തൊരു ജുജുത്സു കൈസൻ മൂവി എക്സ്പ്ലനേഷൻ, സീരീസ് എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ടാറ്റ വോയിസ് നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. Too long.